നമസ്കാരം സൗമ്യ. നമസ്കാരം സർ. നിങ്ങൾ മാത്രമാണോ ഈ വീട്ടിലുള്ളത്? ഭയമില്ലേ? സർ നിങ്ങൾ? ഓ, ഐ ആം സോറി. നിങ്ങളുടെ ചേച്ചിയുടെ കൊലപാതകം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന സ്പെഷ്യൽ ഓഫീസർ അവിനാഷ്. സർ, എന്റെ ചേട്ടൻ വളരെ പാവമാണ് സർ. അവരെ കിട്ടിയോ? ഓ, ബേഷ്. നിങ്ങളുടെ ചേട്ടൻ നിങ്ങളുടെ ചേച്ചിയെ കൊന്നിട്ടും ചേട്ടൻ എന്ന് തന്നെയാ വിളിക്കുന്നത് അല്ലേ? അവര് നിങ്ങളെയും കൊല ചെയ്യാൻ വഴിയുണ്ട്, സൂക്ഷിച്ചിരുന്നു. ഇല്ല സർ, ചേട്ടൻ അങ്ങനെയുള്ളവനല്ല, വളരെ നല്ലവനാ. എന്റെ ചേച്ചിയെ ചേട്ടന് ജീവനായിരുന്നു. ഓക്കെ, കൊല ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ആ ദിവസം എന്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ റെഡിയാവുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എന്റെ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ ഫോൺ സംസാരിച്ച് വരുന്നതിനുള്ളിൽ എന്റെ ചേച്ചിയെ കൊന്നുകളഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ സൗമ്യ, കരയാതെ സമാധാനായിട്ടിരിക്കും. കൊല നടന്ന സ്ഥലം ഒന്ന് കാണിക്കോ? വരൂ. ഇവിടെയാ സർ. സൗമ്യ, ഈ വീട്ടിലൊരു വേലക്കാരിയില്ലേ? അതെ സർ, രൂപ എന്ന പേര്. അവൾ കാരണം സർ ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എനിക്ക് അവളെ തന്നെയാ സംശയം സർ. ഐ സീ. ഇത് നോക്കി ഈ കേസ് കഴിയുന്നവരെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണം. വി നീഡ് യുവർ കോപ്പറേഷൻ. ഡെഫിനറ്റ്ലി സർ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന്. എന്റെ അടുത്ത് നീ നിന്റെ കളി കാണിക്കുക, ഒന്നുകളയും നിന്നെ, മനസ്സിലായോ? വേണ്ട, എന്നെ കൊല്ലരുത്. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. ഈ സൈഡോട്ട് വാ, ഇങ്ങോട്ട് വാ. തുണി ഞാൻ തന്നെ നോക്കിയെടുത്തോളാം. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. തുണി എടുക്കാൻ അയച്ചാ ഫോൺ വിളിക്കാൻ നോക്കുന്നോ? നീ കാണാൻ യങ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ, പക്ഷെ നിന്റെ ഹസ്ബൻഡ് ഡ്രസ് എല്ലാം കൊള്ളില്ല. എല്ലാം പഴയ ടേസ്റ്റാ. എന്തോന്ന് കിട്ടി. എന്താ എന്താ നീ അങ്ങനെ നോക്കുന്ന? എന്നെ എങ്ങനെ വെളിയിലോട്ട് അയക്കാന്നാ? ഇല്ല പോലീസ് സ്റ്റേഷൻ എങ്ങനെ വിളിക്കാന്നാ? പറയ്. ഒന്നിനുമല്ല. എന്താ ഇത്? എന്റെ മുമ്പിലാണ് ഡ്രസ് മാറ്റുന്നത്. റൂമിലേക്ക് പോയി മാറ്റ്. ഞാൻ റൂമിക്കുള്ളിൽ പോയാ നീ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. വേണ്ട, നീ ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്ക്. നീ ഇവിടെ അല്ലേ ഇരുന്ന? ഇവിടെ നീ എന്തെങ്കിലും സംസാരിച്ചേ? എന്ത് സംസാരിക്കാനാ? എന്തെങ്കിലും ഒന്ന് നിന്റെ വീടിനെ കുറിച്ചോ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ചോ എന്തെങ്കിലും പറ, കേൾക്കണം. ഇത്രേ ഉള്ളൂ. പറ. അങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്കിത് നിങ്ങളെ പോലെ പ്രാന്താന്ന് കരുതിയോ?
ഞാൻ പറയുന്ന കേക്ക്, ഇല്ലെങ്കിൽ വെടിവെക്ക് ഞാൻ. വേണ്ട, ആ, ഞാൻ സംസാരിക്കാം. സംസാരിക്ക്. നിങ്ങൾ എന്തിനാ വീട്ടിലേക്ക് വന്നത്? ആ. ഇനി എത്ര നേരം ഇവിടെ കാണും? ഗുഡ്. അങ്ങനെ എന്നെ എന്തിനാ സംസാരിക്ക്. ബുദ്ധിമുട്ടിക്കുന്നത്? ആ. ദയവേത് നിങ്ങൾ ഇവിടുന്ന് പോയേക്ക്. സംസാരിക്ക്. ഇനി ഇവിടെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ ഉദ്ദേശം? പ്ലീസ് ദയവേത് ഇവിടുന്ന് പോകും. പ്ലീസ് ദയവേത് ഇവിടുന്ന് പോയേക്ക്. ഏയ്, സംസാരിക്കുന്ന എന്തിനാ നിർത്തിയേ? സംസാരിക്ക്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ പറ. ഹലോ ആ പറയൂ. സർ, അത് പിന്നെ പറയൂ. അത് ഹലോ പറയൂ. ഹലോ. പാർക്ക നീ വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താ നീ ലാൻഡ് ലൈനിൽ വിളിക്കണോ? ഈ ലാൻഡ് ലൈൻ ഉണ്ടെങ്കിലല്ലേ അയ്യോ, അത് വിളിക്കൂ. പൊട്ടിക്കരുത് പ്ലീസ്. എന്റെ ഭർത്താവ് വിളിച്ച എനിക്ക് ഇതിലെ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്റെ ഫോൺ ആണെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി. ഇനി അങ്ങനെ ഈ ലാൻഡ് ലൈനിൽ ട്രൈ ചെയ്ത് അദ്ദേഹത്തിന് സംശയം തോന്നി ഉറപ്പായി അദ്ദേഹം പോലീസിനെ വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. പോലീസ് വന്നോ നിങ്ങൾക്ക് കുഴപ്പം. ഈ ഫോൺ പൊട്ടിക്കരുത് പ്ലീസ്. നീ പറയുന്നത് ശരിയാ, പക്ഷേ don't touch the phone. Don't try to be smart. Okay? Sit down. ഇതെന്താ കളി തോക്കാന്നാണോ വിചാരം? ഇത് ശരിക്കുള്ള വെടിവെക്കട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ എന്റെ അടുത്ത് കളിക്കരുതെന്ന്? ആ? പോലീസാ ബെല്ലടിക്കുന്ന. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാമല്ലോ. പറയല്ലോ. ഇല്ല, ഞാൻ പറയില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഒന്നും പറയരുത്. ഓ ഓ അങ്കിൾ നിങ്ങളോ? എന്താ അങ്കിൾ ഈ സമയത്ത്? വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മോളെ. നീ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. എന്താ കാര്യം അങ്കിൾ? കുറെ നേരമായി ഞാൻ നിന്റെ മൊബൈലിൽ വിളിച്ചോണ്ടിരിക്കുക. അത് സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നേ. ശരി, ലാൻഡ് ലൈനിൽ വിളിച്ച് പറയാന്ന് വെച്ചപ്പോ നിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അങ്കിൾ അത് പിന്നെ എന്റെ മൊബൈലിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണ്. എന്താ കാര്യം അങ്കിൾ? ദേ നോക്ക് മോളെ, ഒരു കൊലപാതകി പോലീസുകാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഈ ഏരിയയിലിട്ട് വന്നിട്ടുണ്ട്. അവൻ ഏത് വീട്ടിൽ കയറും എന്തു ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. നിന്റെ ഭർത്താവാണെങ്കിൽ നാട്ടിലുമില്ല. അതുകൊണ്ട് നിന്നോട് ഇക്കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്കിൾ അത് പിന്നെ അത് എന്താ പോലെ നീ ഇങ്ങനെ പേടിച്ച് സംസാരിക്കുന്നേ? നിന്റെ ഈ പേടി കണ്ടു കഴിഞ്ഞാൽ ആ കൊലപാതകി ഈ വീട്ടിൽ കേട്ടിട്ടുണ്ടെന്ന് തോന്നുമല്ലോ. ധൈര്യമായിട്ടിരിക്കേ, ഇൻസ്പെക്ടർ നമ്മുടെ ആളാ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നീ എനിക്ക് കോൾ ചെയ്യേ. എന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടല്ലോ? ഉണ്ട് അങ്കിൾ. ശരി, ഞാൻ വരാം മോളെ, നീ സൂക്ഷിച്ചിരിക്കേ. പോയിട്ട് വരാം മോളെ, നീ വാതിൽ പൊട്ടിക്കോ. അങ്കിൾ. സോറി മോളെ, ഒരു കാര്യം പറഞ്ഞു. നിന്റെ ലാൻഡ് ലൈൻ നമ്പർ ഒന്ന് ഇതിൽ ഫീഡ് ചെയ്തേക്ക്. ഓക്കേ, താങ്ക് യു. അങ്കിൾ കോഫി കുടിച്ചിട്ട് പോയിക്കോട്ടെ? നോ താങ്ക്സ്. പോയിട്ട് വരാം മോളെ, സൂക്ഷിച്ചിരിക്കണേ.
ഞങ്ങൾ ഇവിടുന്ന് പോയോ? അതെ, ഞാൻ ഇവിടെ വന്ന് എത്ര നേരമായി, എനിക്കൊരു കാഫി ഓഫർ ചെയ്തില്ല. പക്ഷെ നിന്റെ അങ്കിളിന് അത് 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 അതിൽ അത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാളുടെ അടുത്ത് നീ പറയാൻ നോക്കിയല്ലേ? കൊന്നു കളയൂന്നുള്ള പേടിയാ? ആ